ഇത് അമേരിക്ക ഒന്നും അല്ല മോനെ. ഞാൻ പറയുന്നത് നീ ആ പെൺകൊച്ചിനെ പോയി ഒന്ന് കാണും. ഇഷ്ടപ്പെട്ടില്ലേ കെട്ടണ്ട. ഇഷ്ടപ്പെടില്ല അങ്കിൾ. വാഷിംഗ്ടൺ DC-യിലും ന്യൂയോർക്ക് സിറ്റിയിലും ഞാൻ എത്രമാത്രം പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫാഷനബിൾ ഡോൾസ് ദേ ആർ. എടാ നിനക്കറിയാമല്ലോ, നിന്റെ അച്ഛൻ വിപ്ലവാരിഷ്ടം വിറ്റാണ് പണക്കാരനായത്. 4 അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു. പണം ഉണ്ടായി എന്നല്ലാതെ കുടുംബമാഹത്മ്യം ഒന്നുമില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ്. ഒത്തു കിട്ടിയാൽ നിന്റെ അച്ഛന്റെയും ഭാഗ്യം. അങ്കിൾ, ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നവനാണ്. എന്നെ മരുമോനായി കിട്ടാൻ ഒന്നല്ല 100 രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അങ്കിൾ പരിഭവിക്കരുത്. നഗരം, നാഗരിക സംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ മടുത്തുപോയി അങ്കിൾ. ഞാൻ കിട്ടുന്നെങ്കിൽ അത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും. എന്നാ നീ പോയി വല്ല ആദിവാസിയും കെട്ടടാ. മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും. ഈ പെൺകൊച്ച് സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് അല്പം മോഡേൺ എല്ലാം ധരിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ? പക്ഷെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത, ശാലീനത എല്ലാം ഒത്തിണങ്ങിയ സുന്ദരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ച്. അതുപോലെ വേറെ പ്രശ്നങ്ങളുണ്ട്. വേറെ എന്താണ് ആ പ്രശ്നം? ഞാൻ പറഞ്ഞത്, എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം, അച്ചടക്കം, എളിമ, തനിമ ഇതൊക്കെ വേണം. അവിടെ ചെന്നൊരു 10 ദിവസം താമസിക്കും. എളിമയും തനിമയും നിനക്ക് തിരിച്ചറിയാവുന്ന നോക്ക്. അങ്കിൾ, ഞാനൊരു അമേരിക്കക്കാരനല്ലേ. ഞാനിവിടെ ചെല്ലുമ്പോ തന്നെ അവൾ എന്നോട് എളിമയും തനിമയും ഒക്കെ കാണിക്കും, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അതുപോരാ, ദൂരെ നിന്ന് എനിക്ക് അവളെ പഠിക്കണം. എ ഡിസ്റ്റന്റ് സ്റ്റഡി ഓഫ് ഷീ ആൻഡ് ഹെർ പാരന്റ്സ്. അതിന് വഴിയുണ്ട്. ഏത് വഴി? ആൾമാറാട്ടം. ശരിക്കും ആൾമാറാട്ടം. ഡ്രൈവർ ശംഭുവും നീയും അവിടെ ചെല്ലുന്നു. നീ ഡ്രൈവറായിട്ട്, ശംഭു അമേരിക്കയിൽ നിന്നും വന്ന നീയായിട്ട്. എങ്ങനെ എങ്ങനെ എങ്ങനെ? യഥാർത്ഥത്തിലുള്ള തനിമയും എളിമയും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി അത് ഡ്രൈവറോട് കാണിക്കും. അതായത് നിന്നോട്. പറ്റൂല്ലെങ്കിൽ പറ, വെറുതെ ആളെ മെനക്കെടുത്തരുത്. ഐഡിയ ഇസ് നോട്ട് സോ ബാഡ്. പക്ഷേ ഈ ആൾമാറാട്ടത്തിന്റെ കാര്യം ശംഭുവിനോട് അത്ര വിശദീകരിച്ച് പറയണ്ട. കേവലം ഒരു ഡ്രൈവർ നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് ശരിയല്ലല്ലോ. അവനോട് ഞാൻ വേറെ ഇന്ത്യൻ നോള പറഞ്ഞോളാം. അങ്കിളത് വളരെ സിമ്പിളായി പറയാൻ കഴിയും. എന്നെ പോലെ ഒരു ബുദ്ധിജീവിയൊന്നുമല്ലോ അവൻ. മണ്ടൻ കൊണാപ്പി. ഏതായാലും അങ്കിൾ പറഞ്ഞതുപോലെ ഞാനൊന്ന് കളിച്ചു നോക്കാം. ജസ്റ്റ് ഫോർ എ ത്രിൽ. ബൈ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മേനോൻ ചേട്ടനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞിട്ട് കേൾക്കാത്തതാവൻ. ഈ വേഷം മാറിപ്പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് എളിമയും തനിമയും മനസ്സിലാക്കാനാണ് പോലും. അസല് വട്ട് തന്നെ. ഡ്രൈവറാണെന്ന് തോന്നിയാൽ ആ പെങ്കൊച്ച് ഒരു എളിമയും ഇവനോട് കാണിക്കാൻ പോകുന്നില്ല. അപ്പൊ പെണ്ണിന് വേണ്ട നിവൻ പറയില്ലേ? പെണ്ണിന് അവനെ ഇഷ്ടപ്പെടണ്ടേ? അവനെ കണ്ടാൽ തന്നെ അവൾ ഒഴിഞ്ഞു മാറും. 49 ബെഡ്ഫോർഡ് പോലെ ഉണ്ട് അവന്റെ മോന്ത. പക്ഷെ ഡ്രൈവറായിട്ട് ചെന്ന അവനെ തീരെ ശ്രദ്ധിക്കത്തു പോലുമില്ല. വരട്ടെ, അവനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ആൾമാറാട്ടക്കാരി ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഫോൺ ചെയ്ത് കൃഷ്ണക്കുറുപ്പിനോട് പറയും. എന്താന്ന്? ഡ്രൈവറായിട്ട് വരുന്നവനാണ് അമേരിക്കക്കാരനെന്ന്. വണ്ടി തിരിച്ചിട്ടേക്കണേ. Idiot. Come in.
റഹ്മാൻ സാറേ എന്നെ കൊണ്ട് ഈ വൃത്തിയായിട്ട വേഷമൊക്കെ ഇടിപ്പിക്കുന്നതിന് പാന്റ് ഷർട്ടും വൃത്തിയായിട്ട വേഷമാണോ? അതെ. അത് അർഹതയില്ലാത്തവന്തായിരിക്കും അങ്ങനെയൊക്കെ തോന്നും. ധവാൻ സാർ ധരിച്ചപ്പോഴും തോന്നി. അധികം സംസാരിക്കണ്ട. അമേരിക്കയിലുള്ളത് പോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെ ഒക്കെ നാവടപ്പിക്കാൻ പറ്റൂ. ശരി. ഈ വേഷം മാറി അവിടെ ചെന്നാ തല്ലുവല്ലോ കിട്ടും? മര്യാദക്ക് നിന്നില്ലേ കിട്ടും. ആരെന്ത് ചോദിച്ചാലും ഡോണ്ട് സ്പീക്ക് ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. മിണ്ടരുത്, അനങ്ങരുത്, അടുക്കരുത്. ഓക്കെ? സർദാർ കൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആരെന്ന് അറിയാമോ എനിക്ക്? ഇല്ല. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ടിപ്പുവിനെ വിറപ്പിച്ചു വിട്ട രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശി. ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് പടപൊരുതിയ ആളാണ് സർദാർ കൃഷ്ണക്കുറുപ്പ്. ഭയപ്പെടണ്ട, ആക്രമിക്കാൻ വന്നതല്ല. ഇംഗ്ലീഷുകാരൻ ഇന്ത്യ വിട്ടതോടെ ഇതൊക്കെ ഉപയോഗശൂന്യമായില്ലേ? പിന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? വീട്ടിൽ ഇരുന്ന ഇതെല്ലാം തുരുമ്പൂടി ചീത്തയായി. ഇവിടെ ആവുമ്പം വല്ലവനും തൂത്തുടച്ച് വൃത്തിയാക്കി വെക്കുമല്ലോ. വർഗീസ് സാർ ഇവിടെ വരൂ. ഇത് ഇവിടെ ഫിക്സ് ചെയ്യാം. അടിയിൽ വലിയ അക്ഷരത്തിൽ ഡൊണേറ്റഡ് ബൈ സർദാർ കൃഷ്ണക്കുറുപ്പ് എന്നെഴുതി വെക്കണം. നിൽക്കൂ. നൂറ്റിക്കണക്കിന് സായ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. ജനറൽ സെക്രട്ടറി ക്ലബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ദയവ് ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊരു സമാധാനം! ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ ഒരു 1000 തവണ പറഞ്ഞാണ്. കേട്ടില്ല, അനുഭവിച്ചോ? കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും. ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ്. ഒരു ഞെട്ടിൽ വിടുന്ന 2 പൂക്കൾ. അവൻ പൂവല്ല, കാളകൂട വിഷമാണ്. മക്കത്തായ നിലവിലിരിക്കുന്ന ഈ കാലത്ത് അവൻ എന്റെ അച്ഛന്റെ, അതായത് അവന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ അടിച്ചെടുത്തവനാ. എന്നിട്ടിപ്പോ ബാക്കിയൂടെ പിടുങ്ങാൻ കേസും. കള്ളബടുവ. വാള. നിങ്ങളൊക്കെ ആ കോമാളിക്കുറുപ്പിന് വളം വെച്ചു കൊടുത്തു. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. നമ്മുടെ ഈ നേതാജി ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സ്തുതിർഹമാം വിധം 1 വർഷം ഞാനിന്ന് പിന്നിടുകയാണ്. സ്തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം, അല്ലേ? ചില മാന്യന്മാർ മുൻപൂടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നമ്മൾ കുറെ അനുഭവിച്ചതാണ്. നേതാജി ക്ലബ്ബ് തകരും എന്ന ഘട്ടം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ സെക്രട്ടറി ആക്കി. നേതാജി ക്ലബ്ബ് ഇതാ പുരോഗതിയിലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. ഇത് കണക്കുകളാണ്, സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ. നമ്മൾ പണി കഴിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യം സിമന്റ്. സിമന്റ് കുംഭകോണം. കുറുപ്പ് സാറേ, സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ്. സിമന്റ് വളരെ വില പിടിച്ചൊരു വസ്തുവാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞങ്ങൾ ആരും അറിഞ്ഞേയില്ല. പിന്നെ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമന്റ് ഒപ്പിച്ചെടുത്തത്. 1000 ചാക്ക് സിമന്റിന് വെറും തുച്ഛമായ 1,40,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അത് ലാഭമാണ്. എത്ര 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 പറയുമ്പോ കേൾക്കണം. പറഞ്ഞപ്പോ കേട്ടു. 1000 ചാക്ക് സിമന്റിന് 1,40,000 രൂപ പോലും. അപ്പൊ ഒരു ചാക്കിന് എത്ര? കണക്ക് കൂട്ടി നോക്കണം. കൂട്ടി നോക്കണം. തനി കൂട്ടിയാലെന്താ? ഞാൻ പറയുന്ന സാറേ, ഒരു ചാക്കിന് 140 രൂപ. ഒരു ചാക്ക് സിമന്റിന് 150 രൂപ. ക്ഷാമകാലമാണെന്ന് ഓർക്കണം. സുഹൃത്തുക്കളെ, ക്ഷമിക്കണം. ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഡിയർ മെമ്പേഴ്സ്,
I am secretary of this Netaji club. Any member shouting is a very, very nonsense. You know, cement is a very costly material. Cement not at all costly. In India, lot of cement factories there. Where? There. Shankar Cement, AC Cement, BC Cement, INGC Cement, CIGC Cement, Tata Cement, Birla Cement, Tharavan Cement everywhere. This 140 rupees for one sack of cement is cheating. He is cheating. Kallai. My dear members, you might receive CO. I not like it. Insult. You're an idiot. I'm not an idiot, stupid. Me shut up. Shut up. I call you, sorry, kill you. ഇല്ലടാ. ഓ ജൂലെ. നീ പോടാ നീ ജൂലേ. എവിടുന്ന് വന്നടാ? നീ എവിടുന്ന് വന്നടാ? നീ ആരടാ? എന്നെ മേടിച്ചോ? നീ എന്ത് ചെയ്യും? അറിയാം അവനെ. ഇവിടെ ആരെടാ? എന്തോ നാശാന ഇത്? വണ്ടി തിരുവനന്തപുരത്ത് നിൽക്കണമെങ്കിൽ എറണാകുളത്ത് ബ്രേക്ക് കിട്ടണമല്ലോ. ആ ക്ഷണിച്ചാലും മതി. കൊണ്ട് പോണം. ആ എന്തായി? എന്താവാനാ? അകത്തിരുന്ന് പയറ് പോലെ ഏത്തക്കാ വിഴുങ്ങുക. ഇന്നലത്തെ സംഭവം കേട്ടപ്പോ ഞാൻ വിചാരിച്ച ആള് കാഞ്ഞു പോയി കാണുമെന്ന്. ഈ കൃഷ്ണകുറുപ്പിന്റെ അടിക്ക് ഒരു വെയിറ്റും ഇല്ലേ? ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗോമൂത്രം കുടിക്കുകയായിരുന്നു. പണ്ട് ആരാണ്ടോ പറഞ്ഞു കൊടുത്ത ആയുർവേദമാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. എന്താ ഡോക്ടർ ഒരു വഴി? അല്ല, അയാളുടെ ഹാർട്ട് എങ്ങനെയുണ്ട്? ഹാർട്ട് അല്പം വീക്ക. നല്ല ഒരു ഷാക്ക് കൊടുത്താൽ ചിലപ്പോ തട്ടി കിട്ടും. ഈ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഷോക്കാണോ? അല്ലടോ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ആക്സിഡന്റ്. ഇതൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അത് ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അല്ല, ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യണം, ഞാൻ മറന്നുപോയി. ശ്രീ കോമക്കുറുപ്പ്. അതെന്താ, തനിക്ക് നേരിട്ട് കൊടുത്താൽ മതി. അതിന് വേറെ വകുപ്പുണ്ട്. ഡോക്ടർ ഈ കത്ത് പോസ്റ്റ് ചെയ്താൽ മതി. ഞാനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കട്ടെ. എന്താ എന്താ അത് എന്റെ അനുജൻ. അവൻ ചത്തുപോകുന്നു ഞാൻ വിചാരിച്ചു സാർ. എടോ, ഈ കണക്കില് തന്റെ അനിയ യഥാർത്ഥ ചത്തുപോയ തനി ഈ ലോകം നശിപ്പിക്കില്ല. ഞാൻ അവനെ അത്ര കണ്ട് സ്നേഹിച്ചു പോയി സാർ. അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് വന്നപ്പോ ഞാൻ ഈ പരിസരം മറന്നുപോയി സാർ. ക്ഷമിക്കണം. കുറുപ്പ് സാറിന് വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല. എടോ, എന്റെ ആർച്ച് വീക്കാൻ തനിക്കറിയില്ലേ? അതാ ചോദിച്ചത്, ഹാർട്ടിനൊന്നും പറ്റിയില്ലെന്ന്. ഇനിയെങ്കിലും താൻ പരിസരം മറക്കരുത്. എന്താ ഒരു നിലവിളി കേട്ടു? അത് ഞങ്ങൾ രണ്ടുപേരും കൂടാ കൂട്ടാ നിലവിളി എന്ന് പറയും. കഷ്ടം തന്നെ. സാറിന്റെ എന്റെ ലൈഫ് എന്റെ താഴെ നാശായി. ലൈഫ് ആൻഡ് ഡെത്ത്. അതെന്താ മോളെ സാധനം? എന്റെ അൾട്രാ മോഡേൺ പെയിന്റിംഗ്. ശബ്ദം കേട്ടപ്പോ കോൺസെൻട്രേഷൻ പോയി. ഇത്തവണ 1ാം സമ്മാനം വാങ്ങിക്കാനുള്ളതാ. ലൈഫ് ആൻഡ് ഡെത്ത്. മോളെ, നീ സമ്മാനം വാങ്ങുന്നതിന് മുൻപ് എന്റെ ലൈഫ് ഇവിടെ ഡെത്തായേനെ. രണ്ടാളും കൂടി ഒച്ച വെച്ച് എന്റെ കോൺസെൻട്രേഷൻ കളയരുത്. പറഞ്ഞേക്കാം. ഇറങ്ങടാ വളിയിൽ, ഇറങ്ങാൻ. താനൊക്കെ കോത്താടുന്ന വരുവാണോ? മനുഷ്യരെ കൊല്ലാൻ നടക്കുക. ഇതാണ് അമേരിക്കൻ സ്റ്റൈൽ. ഇങ്ങനെ ഓടിക്കുന്നതിന്റെ ഒക്കെ പല്ലടിച്ചേരിപ്പിക്കലാണ് ഇവിടുത്തെ സ്റ്റൈൽ. സോറി. അതെ, ഒരു 30 ലിറ്റർ പെട്രോൾ അടിച്ചേ. പെട്രോൾ സാറിന് എവിടെ നിന്ന് കിട്ടി ഈ സാധനത്തിന്? ദേഷ്യപ്പെടാതെ പെട്രോൾ അടിക്കണം. ഇവനെയൊക്കെ കൊണ്ടു നടന്നാലേ ആളും കാണൂല, വണ്ടിയും കാണൂല. പ്ലീസ്. സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അവന്റെ ഒരു അമേരിക്കൻ സ്റ്റൈൽ. പിന്നെ മകൻ പുറപ്പെട്ടിട്ടുണ്ട്. അതെ, അമേരിക്കക്കാരൻ തന്നെ. പക്ഷേ വേഷം മാറിയ വരുന്നത് ഡ്രൈവറായിട്ട്. യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ നിന്ന് പഠിക്കാനാ വേഷം മാറി വരുന്നത്. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഏതായാലും വിളിച്ചു പറഞ്ഞ നന്നായി. ആ, അങ്ങനെ വരുമ്പോ പറയാം. ഓക്കെ.
നവാൻസാവേ ആ ലോറിക്ക് സൈഡ് കൊടുത്തേക്കണം. സാർ ലോറി താൻ മിണ്ടായിരിക്കണോ? എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരുത്തരെയും ഞാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. വണ്ടി ഒതുക്കിടാ ഒതുക്കിടാ അങ്ങോട്ട്. അവന്റെ ഓടിക്കലിൽ നിന്ന് ഞാൻ നിർത്തും. ഏത് എരപ്പാടിയാ നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്? ഇറങ്ങാവില്ലേ ഇറങ്ങാമില്ല വിളിയില്. സാറേ ചേട്ടാ അച്ഛനെ പ്രശ്നം ഉണ്ടാക്കരുത്. കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്കന്നാ. അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന്. കാലുമടക്കി ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരനും സൈഡ് വരും. ചവിട്ട് ഞാൻ കെടുത്തോളാം. ആശാൻ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികളും കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ കരുതിയാ. സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെ സാറിന്റെ തടി കേടാവാതിരിക്കാൻ എന്റെ ശരീരത്തെ തൊട്ടിരുന്നെങ്കിൽ അവന്റെ കഥ ഞാൻ കഴിച്ചാലേ. ക്ഷമിക്കണം, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല. അത് നടപ്പില്ല. ഞാൻ തന്നെ അമേരിക്കക്കാരൻ, നീ തന്നെ ഡ്രൈവർ. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി. ഈ റോഡിൽ നിന്ന് ഒന്നും പറയണ്ട. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി കാറിന്റെ പിന്നിച്ചിട്ടില്ല, ശരിയാവില്ല. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി വണ്ടി എടുക്കടാ. അല്ല അങ്ങനെ വണ്ടി എടുക്കടാ. ഷർട്ട്